നമസ്കാരം. ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തിന് ചോദ്യം ചെയ്ത് തെളിവെവിടെയെന്ന് നിരന്തരം ചോദിച്ചു നടന്ന രാഹുൽ ഗാന്ധിക്കിതാ പാകിസ്ഥാൻ തന്നെ മറുപടി നൽകിയിരിക്കുന്നു. സത്യം പലപ്പോഴും അങ്ങനെയാണ്. ഒരു രാജ്യത്തിന്റെ സൈനിക ശേഷിയും അതിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയും തെളിയിക്കാൻ ശത്രുവിന്റെ കുമ്പസാരം തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത 138 സൈനികർക്ക് ഗാലൻട്രി മെഡലുകൾ നൽകാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം ഇന്ത്യയുടെ സൈനിക വിജയത്തിന്റെ ഏറ്റവും വലിയ അംഗീകാരമാണ്. കാർഗിൽ യുദ്ധത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന ലോകത്തോട് കള്ളം പറഞ്ഞ സ്വന്തം സൈനികരുടെ മൃതദേഹങ്ങൾ ഏറ്റെടുക്കാൻ പോലും വിസമ്മതിച്ച ഒരു രാജ്യം ഇപ്പോൾ തങ്ങൾക്ക് കനത്ത നഷ്ടമുണ്ടായി എന്ന് തുറന്ന് സമ്മതിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ത്യാഗമില്ലാതെ മെഡലുകൾ നൽകില്ല. 138 സൈനികരെ ആദരിക്കുമ്പോൾ അതിനു പിന്നിൽ അംഗീകാരം ലഭിക്കാത്ത നൂറുകണക്കിന് സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. ഈ മരണം പാകിസ്ഥാന് മറച്ചുവെക്കാൻ കഴിയുന്നതിലും വലുതാണ്. കാർഗിലിന് ശേഷം പാകിസ്ഥാൻ നേരിട്ട ഏറ്റവും വലിയ സൈനിക തിരിച്ചടിയാണിതെന്ന് അവരുടെ ഈ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നുണ്ട്. വെറും 36 മണിക്കൂർ മാത്രം നീണ്ട പോരാട്ടത്തിൽ 138 മെഡലുകൾ നൽകേണ്ടി വന്നെങ്കിൽ അത് 500 മുതൽ 1000 വരെ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇവിടെയാണ് നമ്മുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന ചോദ്യം ഉയരുന്നത്. 2016 സർജിക്കൽ സ്ട്രൈക്കുകൾക്കും 19 ബാലാകോട്ട് വ്യോമാക്രമണത്തിനും ഒടുവിലത്തെ നമ്മുടെ അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം രാഹുൽ ഗാന്ധി സൈനിക നടപടികളെ സംബന്ധിച്ച് തെളിവുകൾ ആവശ്യപ്പെട്ട് നിരന്തരം പോരാടിയതാണ്. സർക്കാരിന്റെയും സൈന്യത്തിന്റെയും നടപടികളിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. ഇത് പാകിസ്ഥാന്റെ നിലപാടുകൾക്ക് സമാനമായ കാര്യങ്ങൾ ആഭ്യന്തരമായി ഉന്നയിക്കുന്നതിന് തുല്യമായിരുന്നു. ഇന്ത്യൻ സൈന്യം രാജ്യത്തിന് വേണ്ടി നടത്തിയ ഒരു ധീരമായ പോരാട്ടത്തിന്റെ സത്യസന്ധതയെ അദ്ദേഹം ചോദ്യം ചെയ്തു. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ സൈന്യത്തിന്റെ ആത്മാഭിമാനത്തെ പോലും തകർക്കുന്ന ഒരു സമീപനമായിരുന്നു അത്. ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ തങ്ങൾക്ക് കനത്ത നഷ്ടമുണ്ടായെന്ന് തുറന്നു സമ്മതിച്ച സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അവരോട് തെളിവ് ചോദിക്കുമോ എന്ന ചോദ്യം ഉയരുന്നു. ഇന്ത്യൻ സൈനികരുടെ വിജയത്തിന് തെളിവ് ചോദിച്ച ഒരാൾക്ക് പാകിസ്ഥാന്റെ പരാജയത്തിന് തെളിവ് ചോദിക്കാൻ ധൈര്യമുണ്ടോ? ഇന്ത്യൻ സൈന്യത്തെ മാത്രം സംശയിക്കുകയും പാകിസ്ഥാന്റെ കാര്യത്തിൽ മൗനം പാലിക്കുകയും ചെയ്യുന്ന ഈ നിലപാടിനെ നാം എങ്ങനെയാണ് കാണേണ്ടത്? ഇത്തവണ നിർണായകപരമായ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ന്യൂഡൽഹിയിൽ നിന്നല്ല, മറിച്ച് ഇസ്ലാമാബാദിൽ നിന്നാണ്. പാകിസ്ഥാൻ അവരുടെ സൈനിക നഷ്ടങ്ങൾ ആദ്യമായി പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ മൗനം അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പ് നയം വ്യക്തമാക്കുകയാണ്. ഇന്ത്യയുടെ വിജയങ്ങളെ സംശയിക്കുകയും പാകിസ്ഥാൻ നൽകുന്ന തെളിവുകൾക്ക് മുന്നിൽ മൗനം പാലിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയപരമായ ദൗർബല്യമാണ്. ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ സൈനിക ശക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട ഏറ്റവും കുറഞ്ഞ മര്യാദ പോലും അദ്ദേഹം മറന്നു പോയതായി ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. വർഷങ്ങളോളം ഇന്ത്യ നേരിട്ട ഭീകരാക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുന്നുവെന്ന് അവരുടെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നു. 26/11 മുംബൈ ആക്രമണം, 2001 പാർലമെന്റ് ആക്രമണം, UPA ഭരണകാലത്തുണ്ടായ നിരവധി ഭീകരാക്രമണങ്ങൾ എന്നിവയ്ക്കെല്ലാമുള്ള മറുപടിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സൈനിക നീക്കങ്ങൾ. ഈ വെളിപ്പെടുത്തലിന് മറ്റൊരു മൗനം കൂടിയുണ്ട്. കാശ്മീരിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയ സയ്യിദ് അലി ഷാ ഗീലാനിക്ക് പാകിസ്ഥാൻ അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ച അതേ സമയത്താണ് ഈ ഗാലൻട്രി പുരസ്കാര പട്ടികയും പുറത്തുവരുന്നത്. UPA ഭരണകാലത്ത് ഗീലാനിക്ക് സുരക്ഷയും സർക്കാരിന്റെ പിന്തുണയും ലഭിച്ചിരുന്നു. കോൺഗ്രസ് വിഘടനവാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് എന്നും അവരെ തടഞ്ഞില്ല എന്നും പാകിസ്ഥാന്റെ ഈ നീക്കം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇതിന് വിപരീതമായി തീവ്രവാദവും വിഘടനവാദവും വെച്ചു പൊറപ്പിക്കില്ലെന്ന് മോദി സർക്കാർ വ്യക്തമാക്കി. ഏതൊരു തെറ്റായ നീക്കത്തിനും വലിയ വില നൽകേണ്ടി വരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയും ഈ വെളിപ്പെടുത്തലുകളിലൂടെ വീണ്ടും തെളിയിക്കപ്പെടുന്നു. സ്വന്തം രാജ്യത്തിന്റെ സൈന്യത്തെ സംശയിച്ചവർ ഇപ്പോൾ ഇസ്ലാമാബാദിന്റെ സത്യവാങ്മൂലത്തിന് മുന്നിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തവർ ഇപ്പോൾ പാകിസ്ഥാന്റെ വെളിപ്പെടുത്തലുകൾക്ക് മുന്നിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.